മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാനും ഹെൽത്തി ആയിട്ടിരിക്കാനും മുടി ഉള്ളോടുകൂടി വളരാനും സഹായിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കഞ്ഞിവെള്ളം ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മുടിക്കൊക്കെ നല്ല രീതിയിൽ ഷൈനിങ് തരാനും മുടി നല്ല ഉള്ളോടുകൂടി വളരാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ ചലഞ്ചിലെ ഡേ 1 വീഡിയോയുടെ താഴെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാടല്ല കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ എന്താണ്, നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മൾ ഇതിന്റെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. എങ്കിലും ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും നമ്മുടെ ഹെയർ കെയറിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇപ്പൊ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഇപ്പം നമ്മൾ മുടിയൊക്കെ കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ ഹെയർ സെറം അല്ലെങ്കിൽ ഹെയർ ടോണർ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് നല്ല രീതിയിൽ ഒരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് മുടി ചീകിയിട്ട് സ്റ്റേബിളായിട്ട് കെട്ടിവെക്കുക. ഇതിനെയാണ് നമ്മൾ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഇനി മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്. രാവിലെ എണീറ്റിട്ട് രാത്രി മൊത്തം കിടന്ന് രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് മുടി അതുപോലെ തന്നെ ഇട്ട് വൈകുന്നേരം വരെ വെക്കാതെ മുടി നന്നായിട്ടൊന്ന് ചീകി പിന്നെ ടോണറോ ഹെയർ സെറോ അങ്ങനെ എന്തെങ്കിലും തേക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചെടുത്തിട്ട് നമ്മുടെ മുടിയിൽ സ്കാൽപ്പിൽ ഒന്ന് തേച്ച് മസാജ് ചെയ്തിട്ട് ചീകിയിട്ട് കെട്ടിവെക്കുക. ഇതിനെയാണ് നമ്മൾ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിങ്ങനെ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ ഹെയർ കെയറിൽ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ മോർണിംഗ് ഹെയർ കെയർ റുട്ടീനും നൈറ്റ് ഹെയർ കെയർ റുട്ടീനും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. കഞ്ഞിവെള്ളം ഉപയോഗിച്ചുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടുനോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഞ്ഞിവെള്ളം പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുക്കുക കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം പാക്ക് വേണോ അതിനനുസരിച്ച് നിങ്ങൾ കഞ്ഞിവെള്ളം എടുക്കുക. പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. എനിക്കിന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെമ്പരത്തിപ്പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വേലി ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത്. വേലി ചെമ്പരത്തി ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ചെമ്പരത്തിപ്പൂ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ ഒരു 10-15ഓളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ചെമ്പരത്തിപ്പൂ ഉണ്ടോ അത്രയും നമുക്ക് പാക്കിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്രമാത്രം കിട്ടുമോ അതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് ഇത് പിന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്, സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആവാനും ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ലതാണ്. അത് മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് തരാൻ വേണ്ടി ചെമ്പരത്തിപ്പൂ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം കിട്ടുമോ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനിതാ ചെമ്പരത്തിപ്പൂ എല്ലാം തന്നെ കൊഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ പാക്ക് നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ. നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ച് നമ്മളിങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കാന്ന് പറയില്ല, അതേപോലെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞെടുത്തത്. നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഈ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിത് ഞെക്കി പിഴിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം ഇങ്ങനെ കട്ടയാവാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ കഞ്ഞിവെള്ളം കട്ടയായി കിട്ടാറുള്ളൂ കേട്ടോ. ഇന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരുവിധം കട്ടയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കട്ടയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചില സ്ഥലത്തൊക്കെ എന്താ പറയുക, രാവിലത്തേക്ക് കഞ്ഞിവെള്ളം നോക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കട്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആയാൽ മതി, അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിത് ഞെക്കി പിഴിഞ്ഞെടുക്കാം. അപ്പം ഞാനിതാ ഇതെല്ലാം തന്നെ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ കൂടി നന്നായിട്ട് മാറിയിട്ടുണ്ട്, നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഒരിക്കലും നിങ്ങൾ അരിക്കാതെ ഉപയോഗിക്കരുത്, അരിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ പാക്കിൽ എന്തായാലും പൊടിയൊക്കെ ഉണ്ടാവും. നമ്മൾ അരിക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ അത് പിടിക്കും, താരനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അരിച്ചിട്ട് മാത്രം പാക്ക് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം.
അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓയിൽ തേക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളിപ്പോ പിന്നെ നാച്ചുറൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് മുടി കഴുകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഓയിലി ഫീൽ ഉണ്ട് മുടിയിൽ. അങ്ങനെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഫീൽ ഒന്നും ഇല്ല. അപ്പൊ ഓയിലി ഫീൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഓയിൽ തേച്ച് കൊടുക്കുന്നില്ല. പിന്നെ നമ്മുടെ ചലഞ്ച് ചെയ്യാത്തവരാണ്, നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന സമയമാണെങ്കിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് മുടിയിൽ തേച്ചിട്ട് നമ്മുടെ പാക്ക് തേക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഇനി നമുക്ക് സ്കാൽപ്പിൽ മുടിയിലൊക്കെ നമ്മുടെ പാക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന് തേച്ച് കഴിഞ്ഞാൽ മേത്ത് മൊത്തമാവും. കാരണം നമ്മുടെ പാക്ക് ഇന്ന് കുറച്ച് ലൂസ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ മുടി മുമ്പോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ പാക്ക് തേക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുടിയിലേക്ക് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് ലിക്വിഡ് ഫോമിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൽപ്പിൽ തേക്കുന്ന സമയത്ത് എന്തായാലും താഴത്തേക്ക് ഒഴുകി വന്നോളൂ. അപ്പൊ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞു കൊടുത്താൽ തന്നെ മുടിയുടെ അറ്റത്തേക്ക് അത് നന്നായിട്ട് വന്നോളും. പിന്നെ നിങ്ങൾക്ക് തീരെ തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒരു താളിയായിട്ട് മുടി കഴുകാൻ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ തണുപ്പൊക്കെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നവരൊക്കെ ആണെങ്കിൽ പാക്കായിട്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഞാനിത് ആ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കാട്ടെ. എന്നിട്ട് കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം ഒക്കെ വെക്കാൻ പറ്റുമെങ്കിൽ, തണുപ്പൊന്നും പ്രശ്നമല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകാം. കഴുകുന്ന സമയത്ത് വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ വേറെ ഒന്നും ഉപയോഗിച്ച് കഴുകാത്തതുകൊണ്ട് ഞാൻ ഇന്ന് കഴുകുന്ന കാണിക്കുന്നില്ല. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോൾ ഒക്കെ ഈ പാക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ലതാണ്. നമ്മുടെ മുടി നല്ല ഉള്ളോടുകൂടി വളരാനും സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും താരന്റെ പ്രശ്നമൊക്കെ വരാതിരിക്കാനൊക്കെ ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ചലഞ്ചിൽ ഡേ 3 നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം ഹെയർ പാക്ക് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഡേ 4 എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മുടി കഴുകുന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയാൽ മാത്രം മതി. പിന്നെ താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കഴുകുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴുകിയാൽ മതി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.